പ്രിയപ്പെട്ട എൻ്റെ പുന്നാര നബിക്ക്, യാ റസൂലല്ലാഹ്, അങ്ങേക്കൊരു കത്തെഴുതണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. എന്ത് എഴുതണമെന്നറിയില്ല. കാരണം അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയാൻ പോലും ചിലപ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. അങ്ങ് പഠിപ്പിച്ച വഴിയിൽ നിന്ന് ഞാൻ ഒരുപാട് അകന്നുപോയി. നിസ്കാരങ്ങളിൽ അശ്രദ്ധ കാണിച്ചു, തെറ്റുകൾ ചെയ്തു, പാപങ്ങളിൽ വീണുപോയി. പലപ്പോഴും പടച്ചോനെ മറന്ന് ജീവിച്ചു. പക്ഷേ യാ റസൂലല്ലാഹ്, ഒരു കാര്യം മാത്രം എനിക്ക് ആശ്വാസമാണ്. അങ്ങ് ഞങ്ങളെ കാണാതെയും ഞങ്ങളെ സ്നേഹിച്ചിരുന്നല്ലോ. അങ്ങയുടെ ആ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതം നോക്കുമ്പോൾ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നെന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിലും യാ റസൂലല്ലാഹ്, ഞാൻ തോറ്റുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പാപങ്ങൾ എന്നെ വലിച്ചിയച്ചാലും അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയെ സ്നേഹിക്കുന്ന ഒരാളായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ സുന്നത്ത് പിന്തുടർന്ന് ജീവിതം മാറ്റണമെന്നാണ് ആഗ്രഹം. എന്നീ കത്തെഴുതുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. കാരണം അങ്ങയെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അങ്ങയുടെ ശബ്ദം കേട്ടിട്ടില്ല, പക്ഷെ അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ തൊടുന്നുണ്ട്. അങ്ങയുടെ കാലത്ത് ജീവിച്ചില്ല, പക്ഷേ അങ്ങയുടെ ഉമ്മത്തിൽ ജീവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. യാ റസൂലല്ലാഹ്, എൻ്റെ ഈ കുറവുകളെല്ലാം മറികടന്ന് അങ്ങയുടെ സ്നേഹത്തിന് അർഹനാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടൊരു പാപിയാണെങ്കിലും അങ്ങയെ സ്നേഹിക്കുന്ന ഒരു പാപിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കൈവിടല്ലേ റസൂലേ, കനവിലെങ്കിലും ഒന്ന് കാണാൻ വരണേ എന്ന് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാപി.